ഹലോ ഗൈസ്, നമ്മള് പൊന്മുടിയുള്ള യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പയ്യന്മാർ സെറ്റ് പാട്ടൊക്കെ കേട്ട് റൊമാൻറ്റിക് ആയിട്ട്. എടാ, ഇതെങ്ങനെ അങ്ങ് ആക്കിയിട്ട് തിരിച്ചാണ് ഇതേപോലെ നിങ്ങളെല്ലാരും കാണിച്ചിട്ട്. അങ്ങനെ ഗായ്സ്, നമ്മള് അവിടെ എത്തിയിട്ട് പൊന്മുടിയിൽ അടുത്ത വിശേഷങ്ങൾ പറയുന്നതാണ്. ചവിടിച്ച കൊള്ളാം, ഒരു ആശ്വാസമല്ലേ? ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ പൊന്മുടി എത്തിക്കുകയാണ്. മരിപ്പങ്കോട് നിന്ന് 4 ഫോർ ദ പീപ്പിൾസ് എത്തിയിട്ടുണ്ട്. നിങ്ങളെ കൂവലായിട്ടാണ് അവന്മാർ കൂണ. അത് നിങ്ങൾ ഇത് ചെയ്യും, അതൊക്കെ പിന്നെ നോക്കാം. ഒരു അഭി ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യും. അങ്ങോട്ട് എന്റെ നോക്കണ്ട. ക്യാമറമാൻ നന്ദുവിനോടൊപ്പം, ഫോർ ദ പീപ്പിളിനോടൊപ്പം രാകേഷ്. കിട്ടോടെ ഉള്ളത് കിട്ടൂല്ലേ? എവിടെയാണേ എടുത്താ? അങ്ങോട്ടുണ്ടല്ലേ കാണാൻ. കൈയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കാം. അത് കൊള്ളാം. അല്ല, ഇങ്ങനെയൊക്കെ ആക്കാലോ, മീൻസ് ഇങ്ങനെയൊക്കെ. എടാ, അവിടെ ഒരു വ്യൂ ഉണ്ടാണ് ഫോട്ടോ. മക്കളൊന്നും ഇല്ലാണ്ട് അതിലെടുത്തര്. അങ്ങനെയൊക്കെ ഇരുന്നോ. ഇഷ്ടമുള്ളല്ലോ ഇരുന്നോ. മതി, കിട്ടി. എന്നിട്ട് തിരിഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെ മാറിക്കുന്നില്ല. തിരിഞ്ഞില്ലേ? തിരിഞ്ഞും കൂടെ കൊടു പോസ്. കൈപ്പൊക്കണമെന്നൊന്നുമില്ല, അല്ലാതെ ഇഷ്ടമുള്ള രീതിയിൽ നിന്നോ. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണോ അല്ലേ? കിട്ടണേ ഇറങ്ങി റേഞ്ച് വേണ്ടേ മോനെ? ആവശ്യത്തിന് മഞ്ഞായ തണുപ്പുണ്ടോ? മരിപ്പങ്കോട് ബോയ്സ്, മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് അല്ല, മരിപ്പങ്കോട് ബോയ്സ്. ആയത് പൊന്മുടിയിലെ ടോപ്പ് എത്തിയിരിക്കുകയാണ്. കൊച്ചു ചുരുളി ടീംസ്. മഞ്ഞ ആസ്വദിക്കട്ടെ. നിങ്ങളൊന്ന് സമാനം കൊടുക്കും. വീടല്ലേ മക്കളെ? പിന്നെ കൊണ്ടാ വീടോടാ പിന്നെ
പതി പതി. പതിയെ വെള്ളം വെക്കാതെ കളിച്ചു. അതൊരു കുളിസീന അഭി ബാ അഭി ഇറങ്ങ്. അതാ പറഞ്ഞു. ഓ അത് സിനിമയിലൊക്കെ പറ്റുള്ളൂ ഇറങ്ങി പറഞ്ഞത്. ഇങ്ങോട്ട് 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 അഭി എവിടെ? ആ കിട്ടി കിട്ടി കിട്ടി. ഇതിപ്പോ പൊന്മുടി പോണേക്കാളേ. ആ അപ്പൂന് നീന്താണ്ട് കേട്ടാ. അവിടെ ആഴം ഉണ്ടല്ലോ. പാന്റിന് നല്ല വെയിറ്റ്. പാന്റ് മാറ്റാൻ നിക്കറുണ്ട് തടി. ദേഹത്തുള്ളല്ലേ മക്കളെ? ദേഹത്തുള്ളു ദേഹത്തുള്ളു. കമ്പ് ദേഹത്തുള്ളു. അതേ കമ്പ് വെള്ളത്തിടല്ലേ, മാറ്റിയിട്ടാ മതി. പുറത്തിടണേ, തൊത്ത് കയറും. ആ അങ്ങോട്ട് ഇട്ടോ. അത് തന്നെ. വെരി ഗുഡ്. ധൈര്യം ആർക്കാണ്? ധൈര്യം ധൈര്യം. വെള്ളത്തിറങ്ങാൻ ധൈര്യം. ആ ഓരോരുത്തരായിട്ടൊന്ന് ഇതിനകത്ത് ഇറങ്ങും. നോക്കട്ടെ. ഈ കുഴിക്കകത്ത് പതിയെ വീതല് പതിയെ. ഈ കയറ് ഇതിൽ പിടിച്ച് വേണം ഇറങ്ങാൻ. ആ നമുക്കറിയാം. അതാണ് ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചേ. പതിയെ ആ ഓരോരുത്തർ കാല് നോക്കണം. ഇറക്കമുണ്ടോ നോക്കണം. ആ ഉണ്ടോ? വല്ല ഉണ്ടോ? ചേരമാമ്പ ഉണ്ടോന്ന് അറിഞ്ഞോ? ആ കൊള്ളാം. എടാ ഒരു മിനിറ്റ്. എടാ അത് ഒരു ഫോട്ടോ കണ്ടത്. എടാ നീ നേരത്തെ കയറി പിടിച്ച് മുകളിലോട്ട് വെക്കണം. അങ്ങനെ മക്കളെ നില്ലടാ. മാറേണ്ട. അപ്പൊ മാറേണ്ട. അവിടെ നിട്ടോടാ. കിട്ടോ? മുകളിലോട്ട് നോക്കടാ. മുകളിലോട്ട്. കിട്ടിയോ? വെട്ടടിക്കണല്ലേ? ഒരു ഇരുളം. കുറച്ച് ഇരുളാണ് വേണ്ടത്. ഇറങ്ങി. അപ്പൂ നോക്കിയോ? വെള്ളം ആഴമുണ്ട്. ഓക്കെ സെറ്റാണ്. ആ അതെ, എല്ലാരും കൂടെ നോക്കി ഇങ്ങോട്ട് നോക്കിയേ. ആ വിട്ടോ മക്കളെ, വിട്ടോ. ഇത് താഴേന്ന് പടർന്നാണ്, മോളിൽ നിന്ന് അറിയാവുന്നതല്ല വെള്ളി. അവിടെ നിന്ന് വന്ന വെള്ളിയാണ്. ഈ ചേട്ടാ അവിടെ നിന്ന് വീണ് കഴിച്ചിങ്ങനെ. അവിടെ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നിൽക്കണം.
ഒന്നാണ് അത് പാടും. മല കയറി പോകണ്ടേ അവിടെ നിന്നും താളം കുത്തി ചാടണ്ടേ. രണ്ടാം കുന്നിലേറി പോകണ്ടേ അവിടെ നിന്നും താളം കുത്തി ചാടണ്ടേ. മൂന്നാം കുന്നിൽ കയറി പോകണ്ടേ അവിടെ നിന്നും താളം കുത്തി അഞ്ചാം മല കയറി പോകണ്ടേ അവിടെ നിന്നും താളം കുത്തി ആറാം മല കയറി പോകണ്ടേ. നമ്മളങ്ങനെ മരിപ്പങ്കോട് അവനെല്ലാരും സെക്കൻഡ് കൊടുക്കും. ഇതെങ്ങനെ തുറന്നണ്ടേ എല്ലാരും എന്റെ പൊണ്ണേക്ക് ജ്യൂസ് വാങ്ങിക്കാം എന്നാ പൈസ ഹൗ ക്യാൻ യുവർ വണ്ടിയുടെ എക്സ്പീരിയൻസ്? യു ആർ എ ബ്രില്യന്റ് ഡ്രൈവർ. ഇനി വണ്ടി ഓണായ ഓണായി. വണ്ടി തള്ളിടല്ലേ. അയ്യോ അങ്ങനെ ഗൈസ് നമ്മൾ ഈ പറക്കും തലകയിൽ ഇത് എത്തിയിരിക്കുകയാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ നന്ദു മറ്റേ വിജയ് സിനിമയുടെ പോക്കരിയിൽ മറ്റേ ആക്സിലേറ്റർ കടിച്ചു പിടിച്ച് വരുന്ന രീതിയിലാണ്. അത് നമ്മൾ വണ്ടിയുടെ കണ്ടീഷൻ കാണിച്ചു തരാം. ആ രീതിയിലാണ് നമ്മൾ എഞ്ചിനൊക്കെ പുറത്തിട്ടാണ് വണ്ടി ഓടിച്ചേട്ടോ. ഗൈസിനൊക്കെ തുറന്ന് ഓയിലൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. ഇതാണ് വണ്ടി വന്ന കണ്ടീഷൻ. ഫ്രണ്ടിലൊന്നും ആളിരിക്കാൻ പറ്റില്ല. പുക നിങ്ങൾക്ക് കാണാം, പറന്നുകൊണ്ടേ ഇരിക്കുകയാണ് പുക. കഴിവുള്ള വണ്ടിയാണ്. അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസിലാണ്. നിന്നാണ് ഓടിച്ചത്. ശരിയാണ്. അങ്ങനെ നന്ദു നിന്നാണ് ഇത്ര നേരം വണ്ടി ഓടിച്ചത്. അങ്ങനെ മരിപ്പങ്കോടത്തെ വിജയായിട്ട് ദളപതിയായിട്ട് നന്ദു സ്ഥാനോപരണം ചെയ്തിരിക്കുകയാണ്. പോലെ ഗൈസ് ഇനി അടുത്ത നമ്മൾ എവിടെ ടൂറിന് പോണത്? ഈ വണ്ടി തന്നെ പോകും. ഏത് വണ്ടി എവിടെ പോകണം? തുരുത്തല്ല, വേറെ എന്തോ ഹിമാലയം പിടിച്ചാലോ? ഓക്കെ ഓക്കെ. എടാ നീ പറ്റൂടെ വണ്ടി അടിക്കാൻ? ഒമ്നിയിലാണെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത ചുരുളി ഗ്രൂപ്പ് ഹിമാലയമാണ്. ബൈ.